കോൺഗ്രസ് പറഞ്ഞ വാക്കെവിടെ, പിരിച്ച പണം എവിടെ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇവിടെ നമ്മുടെ സുഹൃത്ത് അനശ്വര പറയുന്നുണ്ട്, ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കോൺഗ്രസിനോട് വയനാടിനെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നുമില്ല എന്നും പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം UDF-നോട് കോൺഗ്രസിനോട് ആ വിഷയം ചോദിക്കാൻ ഏറ്റവും അനുയോജ്യരായ ആളുകളിൽ ഒരാൾ VK സനോജ് തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ദുരന്തബാധിതരായ മനുഷ്യർക്ക് വീട് നിർമ്മിക്കാൻ 20 കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ, അല്ലെങ്കിൽ ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിന് 20 കോടി നൽകിയ യുവജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണല്ലോ VK സനോജ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചോദിക്കാൻ ഏറ്റവും അനുയോജ്യരായ ആളുകളിൽ ഒരാൾ തന്നെയാണ് സനോജ്. ആ ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മറുപടി നമ്മുടെ മുൻപിലുണ്ട്. എന്തായിരുന്നു മറുപടി പറഞ്ഞത്? ഞങ്ങൾ സ്ഥലം തറക്കല്ലിട്ട് 10 ദിവസത്തിനുള്ളിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് മാർച്ച് മാസം 21-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 26-ാം തീയതിയാണ് അവർ അവിടെ ഈ വീട് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. അതായത് ഇപ്പോൾ 24 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ 1 മാസം പൂർത്തിയാവുകയാണ്. പക്ഷേ ഇതുവരെ ആ ഇട്ട കല്ലിൻ്റെ പുറത്ത് മറ്റൊരു കല്ല് ചേർത്ത് വയ്ക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത, യാഥാർത്ഥ്യം. നമുക്ക് ആദ്യം പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ വയനാട്ടിലെ അവരുടെ വീട് നിർമ്മാണത്തിനെക്കുറിച്ച് നൽകിയ ഉറപ്പ് പരിശോധിക്കാം. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പോൾ 300 വീടാവും. അപ്പോൾ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ 300 വീട് നിർമ്മിക്കുന്നത് UDF-ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 300 വീട് അവിടെ വരും. വായുവിൽ കണക്ക് കൂട്ടി 300 വീടുകൾ എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. നോക്കൂ, 10 ദിവസം കൊണ്ട് ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ 24 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്ന ഈ 7:42 മാർച്ച് 21, ഈ നിമിഷം വരെ അവിടെ വീട് നിർമ്മാണം തുടങ്ങിയിട്ടില്ല. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് കള്ളം പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നടക്കാത്ത കാര്യം മുന്നോട്ട് വയ്ക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നത്? ഈ പ്രതിപക്ഷ നേതാവാണ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ നൽകിയ 5 ഗ്യാരണ്ടികൾ അധികാരം കിട്ടിയാൽ 3 മാസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന്. കേവലം 100 വീടുകൾ പണിയാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ്, ഒരു മുന്നണിയുടെ നേതാവ് നമ്മളോട് പറയുകയാണ്, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ നൽകിയ 5 ഗ്യാരണ്ടികൾ 3 മാസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന്. ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ നമ്മൾ വയനാട്ടിൽ കണ്ടത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്?